ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഞാനെന്നുള്ള നമ്മുടെ ട്രിവാൻഡ്രം കൈമടത്തുള്ള ശിവജി ഓട്ടോസിലാണ് കേട്ടോ. അതായത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ശിവജി ഓട്ടോസിലാണ്, അതായത് യമഹയുടെ ഷോറൂമിലാണ്. ഇതിനും കൂടെ മനസ്സിലായി കാണും, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ലോഞ്ച് ചെയ്ത നമ്മുടെ R15 V4 ഉണ്ട് കേട്ടോ. അതായത് പുതിയ കുറച്ച് മാറ്റങ്ങളോടൊക്കെ ലോഞ്ച് ചെയ്തൊരു V4 ആണ്. നമ്മളെ ബാക്കിലിരിക്കുകയാണ് ആ ബീസ്റ്റ് സാധനം. സോ നമുക്ക് അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കടന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിളാക്കി എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് പേജും വാട്സപ്പ് ഗ്രൂപ്പും ഡിസ്ക്രിപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി പവർ ആകട്ടെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വണ്ടിക്കാര്യം മാത്രം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള R15 V4 എന്ന് പറയുന്ന വണ്ടി കേട്ടോ. അതായത് കുറേ കാലം, ഏകദേശം 2 വർഷത്തോളമായെന്ന് തോന്നുന്നു R15 V4 എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഇറക്കിയിട്ട്. നമ്മുടെ ചാനലിൽ എന്തായാലും ഫസ്റ്റത്തെ വീഡിയോ ആണ്, R15ൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒരു ഫുൾ ബ്ലൂ കളറിലുള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഷോറൂമിൽ നമ്മുടെ കസ്റ്റമേഴ്സിനും ഇതുപോലെ റിവ്യൂ എടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വണ്ടിയാണ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യമുണ്ട്. R15 സെഗ്മെൻറ്റിൽ യമഹ ഇറക്കി തുടങ്ങിയ വണ്ടികൾ ഇപ്പോൾ R15 V4 എന്നുള്ള സെഗ്മെൻറ്റ് വരെ ഇറങ്ങി നിൽക്കാനായിട്ട്. അതായത് V1, V2, V3, V4 അങ്ങനെ 4 സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തൊരു വണ്ടിയാണിത്. അതുപോലെ കുറച്ചധികം മാറ്റങ്ങളും ഇപ്പോൾ ഇറങ്ങി ഈ ഒരു വണ്ടിക്ക് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ക്വിക്ക് ഷിഫ്റ്റർ അങ്ങനെ തുടങ്ങി കുറച്ച് മാറ്റങ്ങളൂടെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഒരു എയ്റോ ഡൈനാമിക് സ്പോർട്സ് ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ്ലി സ്പോർട്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണിത്. അത് ആദ്യം തന്നെ പറയണം, കംപ്ലീറ്റ്ലി സ്പോർട്സ് പർപ്പസാണ്. അതായത് റൈഡർക്കും പില്ലിയൊട്ടും കംഫർട്ട് തരാത്ത, പക്ഷേ റൈഡർക്ക് ഒരു സ്പോർട്സ് ട്രാക്ക് പെർഫോമൻസ് ഒക്കെ തരുന്നൊരു വണ്ടിയാണ് R15. അതെനിക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം R15 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുണ്ട്. ഇതൊരു ഒരു സ്പോർട്സ് സെഗ്മെൻറ്റ് വണ്ടിയാണ്, അല്ലെങ്കിൽ സ്പോർട്സ് ലുക്കിൽ നമുക്ക് നോട്ടിക്കാൻ പറ്റുന്ന ഒരു റോഡ് ബൈക്കാണെന്ന് നമുക്ക് പറയാം കേട്ടോ. അതായത് നമുക്ക് ഫ്രണ്ടിലും തന്നെ തുടങ്ങാം. ഒരു കംപ്ലീറ്റ് എയ്റോ ഡൈനാമിക് ആയിട്ടുള്ള, അതായത് ഒരു എയറൊക്കെ അടിച്ച് കളയാൻ പറ്റുന്ന എയ്റോ ഡൈനാമിക് ആയിട്ടുള്ള ഒരു വിൻഷീൽഡ് ഫ്രണ്ടിൽ തന്നിട്ടുണ്ട്. ഒരു മാസ്കും തന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബ്ലൂ, അതായത് ഗ്ലോസി ബ്ലൂ കളറാണ്. നോക്കി തന്നെ കാണാം, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഗ്ലോസി ബ്ലൂ കളറാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. പെയിൻറ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു പെയിൻ്റ് ആണ്. അത് മാത്രമല്ല, ഇതിന് 2-3 കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ്. കളർ വേരിയൻറ്റിലെല്ലാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ തുടങ്ങി പല കളർ വേരിയൻ്റ് ഉണ്ട്. യമഹ തന്നെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇതിനൊരു മോൺസ്റ്റർ എഡിഷൻ വണ്ടിയോട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിനും MGക്കും മാത്രമാണ് യമഹ ഇറക്കിയിട്ടുള്ളത്. അതും കൂടി ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പ്രൈസ് ഹൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങുന്നില്ല, പക്ഷേ എനിക്കൊന്ന് പ്രീ ബുക്ക് ചെയ്തപ്പോൾ ഈ വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിനെന്തായാലും റേറ്റ് കൂടുതലായിരിക്കും. ഈ വണ്ടിയുടെ 2 അലോയ് വരുന്നതും ബ്ലൂ കളറാണ്. വണ്ടിയുടെ ബോഡി വരുന്നതും ബ്ലൂ കളറാണ്. പക്ഷേ അണ്ടർ ബെല്ലി സൈഡിലോട്ട് പോകുമ്പം, അതായത് താഴോട്ട് പോകുമ്പം ഒരു ബ്ലാക്ക് കളറിലും വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഹാഫ് ബ്ലൂ പോർഷനിലും ബാക്കി താഴോട്ട് ബ്ലാക്ക് കളറിലാണ് വണ്ടി കൊടുക്കുന്നത്. അത്യാവശ്യം മാരക കളർ പെർഫോമൻസ് ആണ് വണ്ടി തരണത് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയുടെ സ്പെക്കിലോട്ട് പോകാം. വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി പക്ക ഫൈബർ മെറ്റീരിയൽ കൊണ്ടാണ് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ടും സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ട്രാക്ക് ബൈക്കിനൊക്കെ ഒരു പക്ക ഫൈബർ ക്വാളിറ്റി ബൈക്കായിരിക്കും. അത് സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇറക്കണം കേട്ടോ. ഇതാണ് വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും വണ്ടിയുടെ സീറ്റും ഹാൻഡിലിങ്ങും അതുപോലെ ബാക്കി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഹാൻഡിൽ പോസ്റ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം മാരക ഹാൻഡിൽ പോസ്റ്ററാണ് തരുന്നത്. ഒരു സ്പോർട്സ് ട്രാക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു ഹാൻഡിൽ പോസ്റ്ററാണ്. അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ളതല്ല, കുറച്ച് ലീനിയറായിട്ടും വൈഡായിട്ടും ഉള്ള ഒരു ഹാൻഡിൽ പോസ്റ്ററാണ്. ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പോൾ ഈ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വണ്ടിയിൽ അത്യാവശ്യം മാരകമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി കമ്പനി ഇറക്കണമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 ലിറ്റർ ടാങ്കാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 11 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി തരുന്ന ഒരു ടാങ്കാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്യൂൽ കപ്പാസിറ്റിയാണ്. പക്ഷേ വേരിയബിൾ വാൽവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ എന്താണ് ഈ വേരിയബിൾ വാൽവ് ആക്ഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി ഒരു 7500 RPM ഓവർ ചെയ്യുമ്പോൾ, അതായത് അതിനപ്പുറം കയറുമ്പോൾ വണ്ടിയിൽ ഒരു വാൾവ്, അതായത് എൻജിൻ വാൾവ് ഓപ്പണായി കുറച്ചുകൂടി എയർ സക്ക് ചെയ്ത് അകത്തോട്ട് എടുക്കുക. അപ്പം വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടും. പെട്രോൾ കുറച്ചിറക്കി എയർ സക്ക് ചെയ്ത് അകത്തെടുത്ത് മൈലേജ് കൂടുതൽ ഒരു ടെക്നോളജിയാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് V4 അല്ലെങ്കിൽ യമഹയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി തന്നിട്ടുള്ള. ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് യമഹയിൽ R15ഉം MG ഒക്കെ ഒരുപാട് അതായത്
കച്ചവടം പിടിക്കാനുള്ള കാരണം കേട്ടോ. ഇപ്പം എന്നെപ്പോലുള്ള ഒരാളും എല്ലാവരും ആദ്യം തന്നെ ആലോചിക്കുന്നത് വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും, വണ്ടി അത്യാവശ്യം പവർ കയറണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ R15 സംബന്ധിച്ചിടത്തോളം ടൂറിംഗ് പർപ്പസിന് വണ്ടി ഒട്ടും നല്ലതല്ല. പക്ഷേ സ്പോർട്സ് പെർഫോമൻസിനും മൈലേജിങ്ങും ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ R15 ഇസ് ദ ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് VVA ടെക്നോളജി, അത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, VVA ടെക്നോളജി. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ലൊരു സ്റ്റൈൽ തന്നെ വണ്ടി പിടിക്കുന്നുണ്ട്. മാത്രമല്ല വണ്ടിയുടെ റൈഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു റൈഡിങ് പോസ്റ്റർ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്പോർട്സ് പെർഫോമൻസിന് പറ്റിയ ഒരു റൈഡിങ് പോസ്റ്റർ എന്നൊരു വണ്ടിയാണ് R15 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തായാലും വണ്ടിയുടെ കാര്യങ്ങളിലോട്ട് പോകാം കേട്ടോ. സോ 55 കമ്പനി പറഞ്ഞതിൻ്റെ മൈലേജ്. 55 km/h ഈ വണ്ടിക്കും കമ്പനി പറയുന്ന മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. കാരണം അത് തെളിഞ്ഞ കാര്യമാണ്. ഉറപ്പായിട്ടും അതിനപ്പുറം മൈലേജ് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. സോ 55 മൈലേജ് തരുന്ന ഒരു VVA ടെക്നോളജിയോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ് R15 V4 എന്ന് പറയുന്നത്. VVA ടെക്നോളജി മനസ്സിലായല്ലോ, പെട്രോൾ കുറച്ചിറക്കി എയർ സക്ക് ചെയ്ത് അകത്തോട്ട് എടുക്കുക, അതാണ് സാധനം പച്ചയ്ക്ക് പറയണമെങ്കിൽ. ഇനി നമുക്ക് ബാക്കി അകത്തോട്ടുള്ള കാര്യങ്ങൾ പോകാം. 11 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയാണ് ഈ ഒരു ടാങ്ക് തരുന്നത്. 55 km/h തരുന്ന മൈലേജ് കേട്ടോ. അതുപോലെ സീറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ റൈഡർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ് സീറ്റിങ്ങിൽ തരുന്നത്. പക്ഷേ പില്ലിയാണ് അത്യാവശ്യം കംഫർട്ട് എനിക്ക് തോന്നുന്നു കുറവായിരിക്കും. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് പലർക്കും ഡൗട്ടാണ് കേട്ടോ. ഇത് പില്ലിയാണ് ബാക്കിൽ പിടിച്ചിരിക്കാനുള്ളൊരു സാധനമാണ്. ഇങ്ങനെ കൈ വെച്ച് ഇവിടെ പിടിച്ചിരിക്കുക, അതാണ് ഈ ഒരു സാധനം കേട്ടോ. പലർക്കും സംശയമുള്ള സാധനമാണ് ഈ ഒരു വള്ളി എന്തിനാണെന്ന്. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. പില്ലിയർക്ക് രണ്ട് സൈഡ് കാലിട്ടിരിക്കുന്നവർക്ക് വലിയ കുഴപ്പം വരില്ല. പക്ഷേ ഒരു സൈഡ് കാലിട്ടിരിക്കുന്നതൊന്നും പറ്റാത്ത വണ്ടിയാണ്. അതുപോലെ പക്കയാണ്, പക്ഷേ പില്ലിയന് കുറച്ച് ഡിസ്കംഫോർട്ടാണ്. പിന്നൊരു കാര്യം, ഈ ഒരു വണ്ടികളെന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ബാക്കിലൊരു പില്ലിയൻ സീറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു കംപ്ലീറ്റ് ട്രാക്ക് ബൈക്കിലൊന്നും ഒരിക്കലും ഒരു പില്ലിയൻ സീറ്റ് കമ്പനി കൊടുക്കുന്നില്ല. ബിക്കോസ് അതൊരു ട്രാക്ക് പർപ്പസ് വെഹിക്കിളാണ്. അത് ഇന്ത്യക്ക് പുറത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ R1M ഒക്കെ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ പക്ക മാറ്റങ്ങളാണ് അത്. കാരണം ബാക്ക് സീറ്റൊന്നും ഇല്ല കേട്ടോ. റൈഡർ സീറ്റ് മാത്രമാണ് ആ വണ്ടിക്ക് വരുന്നത്. കാരണം അതൊരു സ്പോർട്സ് ബൈക്കാണ്, കംപ്ലീറ്റ് സ്പോർട്സ് പർപ്പസ് ആണ്. ഇതൊരു സ്പോർട്സ് റോഡ് ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പില്ലിയനുള്ള സീറ്റും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് വണ്ടിയുടെ ഈ ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്സ്, അതൊക്കെയാണ്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റായിട്ട് വരുന്ന ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വരുന്ന. ഇതാണ് ആ ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. സൈഡിൽ 2 DRL കൊടുക്കുന്നുണ്ട്. ഒരു LED DRL ആണ്. ഫുൾ ടൈം ആൾവേസ് ഓൺ കത്തി കിടക്കുന്ന ഒരു LED DRL ആണ്. നടുക്കായിട്ട് ഒരു പ്രൊജക്ടർ കൊടുക്കുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ മെയിൻ ഹെഡ്ലൈറ്റാണ്. പിന്നെ 4 ഇൻഡിക്കേറ്ററും ഹാലജൻ ഇൻഡിക്കേറ്ററാണ്. ഇത് ഈ വണ്ടിയുടെ ഒരു പോരായ്മയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നും R15 പിന്തുടരുന്ന ഒരു രീതിയാണ് 4 ഇൻഡിക്കേറ്ററും ഹാലജനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്കിങ്ങിലോട്ട് പോകാം. ഫ്രണ്ടിലാണെങ്കിൽ 282 ഡയമീറ്റർ വരുന്ന ഒരു ഫ്രണ്ട് ബ്രേക്ക് സിസ്റ്റമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബൈബേറിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഓൾവേസ് R15 നമുക്ക് കൊടുക്കുന്നൊരു ബ്രേക്ക് സിസ്റ്റമാണ് ബൈബേറിൻ്റെ ബ്രേക്ക് സിസ്റ്റം. 282 mm ഡയമീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ ഡിസ്ക് സൈസ് വരുന്നത്. അത്യാവശ്യം ഫ്രണ്ട് ബ്രേക്ക് പെർഫോമൻസ് പക്കയാണ്. ബിക്കോസ് യൂസേഴ്സൊക്കെ പറഞ്ഞതാണ് ഇതൊരു പുതിയ വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സ് ഇതിനുണ്ട്. അപ്പം ആ യൂസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഫ്രണ്ട് ബ്രേക്ക് പക്കയാണ്, അതിനെക്കുറിച്ച് നോക്കേ വേണ്ട, ഓക്കെയാണ് ഫ്രണ്ട് ബ്രേക്ക്. പക്ഷേ ബാക്ക് ബ്രേക്കിലോട്ട് വരുമ്പോൾ ബാക്ക് ബ്രേക്ക് 230 mm ആണ് ഡയമീറ്റർ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്ക് കുറച്ച് പിന്നോക്ക അവസ്ഥയിലാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വണ്ടിക്ക് പറ്റിയ ബ്രേക്കിംഗ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ 100/80/17 ഫ്രണ്ടിൽ വരുന്ന ടയർ, 100/80/17 ഫ്രണ്ടിലത്തെ ടയർ വരുന്നത്. ബാക്കിലാകുമ്പോൾ 140/70/17 ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയൽ ടയറാണ് ബാക്കിൽ കമ്പനി സ്റ്റോക്കായിട്ട് കൊടുക്കുന്നത്. ബിക്കോസ് അതിൽ തന്നെ കൊടുക്കുന്നുണ്ട് റേഡിയൽ ടയറിൻ്റെ ഒരു മെൻഷൻ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ റേഡിയൽ ടയറാണ്, ഫ്രണ്ടിൽ നോൺ റേഡിയൽ ടയറാണ്. MRFൻ്റെ ടയറാണ് കമ്പനി കൊടുക്കുന്നത്. MRFൻ്റെ ടയറാണ് ഓൾവേസ് എല്ലാ വണ്ടിക്കും MRFൻ്റെ ടയറാണ് ഇപ്പോൾ സ്റ്റോക്ക് ടയറായിട്ട് കൊടുക്കുന്നത്. അത് ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ളൊരു സൈഡിൽ പോകാം. ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പല വേരിയൻ്റ് ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ. R15 ഉണ്ട്, R15S ഉണ്ട്, R15 V4M ഉണ്ട്. എമ്മിൽ മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് TFT ഡിസ്പ്ലേ വരുന്നത് കേട്ടോ. ഇതിന് വരുന്നത് നോർമൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. ഇതിൽ വരുന്നത് നോർമൽ ഡിസ്പ്ലേ ആണ്. പക്ഷേ എമ്മിന് വരുമ്പോൾ അതൊരു TFT ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ ഡ്യൂക്കിനൊക്കെ വരുമ്പോൾ ഒരു കളേർഡ് ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത്. TFT ഡിസ്പ്ലേ ആണ്. ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതാണ് ക്വിക്ക് ഷിഫ്റ്റർ കേട്ടോ. ഈ ഇരിക്കുന്ന സാധനമാണ് ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ പറഞ്ഞുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ പറഞ്ഞുണ്ട്, ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. R15 എമ്മിലോട്ട് വരുമ്പോൾ TFT ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് കേട്ടോ.
ആക്ച്വലി ആദ്യം ഇറങ്ങിക്കൊണ്ടിരുന്ന R15 ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ലായിരുന്നു, എമ്മിന് മാത്രമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം R15 V4 വരുന്നുണ്ട്, എമ്മിൽ വരുമ്പോൾ അത് TFT ഡിസ്പ്ലേ മാത്രം വരുന്നുണ്ട്. അതാണ് ആകെ വരുന്നൊരു മാറ്റം. അപ്പം നമുക്ക് എന്തായാലും ഇനി വണ്ടിയുടെ മീറ്ററിലോട്ട് പോകാം. മീറ്ററിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല പറയാം, ജസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് വണ്ടിയുടെ കീ ലോക്ക് വരുന്നത്. പിന്നെ ഇലക്ട്രിക്കലി വരുമ്പോൾ ഇത് പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഡിമ്മ് ബ്രൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, ഇഗ്നിഷൻ വരുന്നുണ്ട്, അതായത് FI സിസ്റ്റം വരുന്നുണ്ട്. ഇത് നമ്മുടെ 4 ഇൻഡിക്കേറ്ററാണ് കേട്ടോ, അതായത് ഹസാർഡാണ്, 4 ഇൻഡിക്കേറ്ററാണ്. ഒരു മോഡ് മാത്രമേ ഉള്ളൂ, 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തി കിടക്കും. ഇതാണ് നമ്മുടെ മീറ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഇൻഫോയും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് വരണം. ഇതിൻ്റെ ഇഗ്നിഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് അതൊക്കെ കാണിച്ചു തരാം. സോ മീറ്ററിലോട്ട് നോക്കുമ്പോൾ ABS വാർണിംഗ് വരുന്നുണ്ട്, ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ന്യൂട്രൽ ലൈറ്റ് വരുന്നുണ്ട്, RPM മീറ്റർ ഉണ്ട്, ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ട്, മോഡുണ്ട്, സ്ട്രേറ്റ് മോഡുണ്ട്, റൈഡ് മോഡുണ്ട്, ട്രാക്ഷൻ മോഡുണ്ട്. അങ്ങനെ 2-3 മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നുണ്ട്, ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ മീറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം അവർ കമ്പനി സ്റ്റോക്കായിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സോസ് നോട്ട് കൂടെ കേൾപ്പിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് FI ഓൺ ആക്കാനുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓൺ ആക്കാനുള്ള സിസ്റ്റം. വണ്ടി ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ ജസ്റ്റ് കറക്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. മൈക്കൊന്ന് ഒരുക്കോട്ടെ. സോ ഇതിൻ്റെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സോസ് നോട്ട്. സോ ഇത്രയേ ഉള്ളൂ. എക്സോസ് നോട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടല്ലോ. ഇനി നമുക്ക് എന്തായാലും വണ്ടി ഓഫ് ചെയ്യാം. ഓൾമോസ്റ്റ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്നവർക്ക് വന്നെടുക്കാം, ഇവിടെ വണ്ടി അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ചോദിക്കും ഇതിൽ എന്താണ് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റം നേട്ടാ. ഈ ഒരു വണ്ടിക്ക് ക്വിക്ക് ഷിഫ്റ്റർ, ട്രാക്ഷൻ കൺട്രോളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. പിന്നെ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇപ്പോൾ റീസെൻ്റ്ലി ആരും എടുത്തിട്ടില്ല. ആക്ച്വലി ഞാനിവിടെ വന്നത് FZ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കൂടെ കണ്ടപ്പോൾ ഇതും കൂടെ എടുത്തതേ. സോ ഇത്രയും കൂടെ നമ്മുടെ എന്ത് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വന്ന് വണ്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓണം ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഇതിൻ്റെ വൗച്ചറും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ സൈഡിൽ എന്തായാലും കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി പവറാക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അവിടെ വണ്ടിക്കാരി മാത്രം. സോ അടുത്തൊരു വീഡിയോ ഇടാം. അതുവരേക്കും ബൈ ബൈ.